എനിക്ക് പേടിയാവണോ അമ്മ, ഇതെന്താ ഇത്രയും നേരമായിട്ടും സൂര്യമാമൻ വരാത്തെ? മോളെ പേടിക്കണ്ട, ഞാൻ മാൻകുട്ടിയുടെ വീട്ടിലൊന്ന് നോക്കട്ടെ. ശരിയാണല്ലോ, എങ്ങും വെട്ടമില്ല. സൂര്യമാമൻ ഉറങ്ങിപ്പോയെന്നാ തോന്നുന്നേ. കിങ്ങിണിക്കാട്ടിലുള്ളവരെല്ലാവരും ആശങ്കയിലായി. ഉടനടി സിംഹരാജാവ് നാട്ടുകൂട്ടം വിളിച്ചുകൂട്ടി. ഉറങ്ങിപ്പോയ സൂര്യനെ ആരെങ്കിലും വിളിച്ചെണീപ്പിക്കണം. ആര് വിളിച്ചെണീപ്പിക്കുമെന്ന് ചർച്ചയായി എല്ലാവരും. സൂത്രശാലിയായ കുറുക്കച്ചൻ പറഞ്ഞു, കണ്ണനാനയല്ലേ ഈ കൂട്ടത്തിൽ ഏറ്റവും ശക്തൻ, അപ്പോൾ കണ്ണനാനെ വിളിക്കുന്നതാകും നല്ലത്. അങ്ങനെ കണ്ണനാന വന്ന് ചിഹ്നം വിളിച്ചു. ഒന്നും സംഭവിച്ചില്ല. പിന്നീട് കുറുക്കച്ചൻ വന്ന് ഓളിയിട്ട് നോക്കി. ഒരു മാറ്റവും സംഭവിച്ചില്ല. ഓരോരോ മൃഗങ്ങൾ പലതരത്തിൽ ശ്രമിച്ചു. ഒരു മാറ്റവും ഉണ്ടായില്ല. അവസാനം കുഞ്ഞൻ കോഴി മാത്രം ബാക്കിയായി. എല്ലാ മൃഗങ്ങളും പിറുപിറുക്കാനും തുടങ്ങി. ഈ കുഞ്ഞൻ കൂവിയ ആര് കേൾക്കാനാ? എല്ലാവരും കളിയാക്കി ചിരിക്കാനും തുടങ്ങി. കുഞ്ഞൻ കോഴിക്ക് ആകെ സങ്കടമായി. സിംഹരാജാവ് പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് അവനെ കളിയാക്കുന്നത്? നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ, അവനും കൂടി ശ്രമിക്കട്ടെ. അവസാനം മനസ്സില്ലാ മനസ്സോടെ കുഞ്ഞൻ കോഴി വന്നൊന്ന് കൂവി. പതിയെ കിഴക്ക് ദിക്കിൽ ചെറിയ പ്രകാശം കണ്ടു തുടങ്ങി. കുഞ്ഞന് ചെറിയൊരു ആത്മവിശ്വാസമൊക്കെ വന്നു തുടങ്ങി കേട്ടോ. ഒന്നുകൂടെ ഉറക്കെ കൂവി. സൂര്യമാമൻ ഉറക്കമുണർന്നു. അവൻ ഒന്നുകൂടെ ഉറക്കെ കൂവി. സൂര്യമാമൻ ഉണർന്നെണീറ്റ് നിന്നു. കിങ്ങിണിക്കാടാകെ സൂര്യ വെളിച്ചത്താൽ നിറഞ്ഞു. നമ്മളും ഇതുപോലെ തന്നെയല്ലേ കൂട്ടുകാരെ? മറ്റുള്ളവരെ അവരുടെ പൊക്കവും വണ്ണവും നിറവും എല്ലാം വെച്ച് മുൻവിധിയോടെയാണ് നാം കാണാറ്. എന്നാൽ മുൻവിധിയില്ലാതെ മറ്റുള്ളവരെ കാണാനും അവരെ അവരായി തന്നെ അംഗീകരിക്കാനും കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഇന്നത്തെ എൻ്റെ കുഞ്ഞു കഥ നിർത്തുകയാണ്. എല്ലാവർക്കും എൻ്റെ കഥ ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.